ആദർശിന്റെ ഡാഡി വന്ന് മഴയത്ത് നിൽക്കുന്ന നയനെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദേവയാനി ഭർത്താവിനോട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഇവളുടെ വീട്ടിലേക്ക് വിടണമായിരുന്നു. എൻ്റെ മകൻ ആദർശിനെ രാജാവിനെ പോലെയല്ലേ ഞങ്ങൾ വളർത്തിയത്. എന്നിട്ട് ഇവൾ കൂലിപ്പണിക്കാരനെ പോലെ അവനെ മണ്ണ് ചവിട്ടാൻ കൊണ്ടുപോയി എന്നൊക്കെ പറയുവാണ്. ദേവയാനി, ആദർശിന്റെ കല്യാണം കഴിഞ്ഞു. അവനെ ഇനിയും നിന്റെ കൈക്കുള്ളിൽ പൊത്തിവെക്കാൻ പറ്റില്ല. ആദർശന് ഇപ്പോൾ ഒരു കുടുംബമുണ്ട്, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഡാഡി ദേവയാനിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. എന്തു പറഞ്ഞാലും ശരി, എൻ്റെ മോനെ ഞാൻ അവൾക്ക് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നു പറഞ്ഞു നിൽക്കുകയാണ് ദേവയാനി. അതേസമയം നയന ഫ്രഷായി റൂമിലേക്ക് വന്നപ്പോൾ ആദർശ് അവളെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോകുകയാണ്. നയന പിന്നാലെ ചെന്ന്, ഇവിടെ നോക്ക് ആദർശേട്ടാ, അമ്മയുടെ അപമര്യാദയോടെ ഞാൻ വേണമെന്ന് കരുതി സംസാരിച്ചതൊന്നുമല്ല. ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ ഞാനത് ഒരിക്കലും കരുതിക്കൂട്ടി ചെയ്തതൊന്നുമല്ല. ആ സിറ്റുവേഷനിൽ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ആദർശിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കുവാണ്. അത് കേട്ട് ദേഷ്യം വന്ന ആദർശ്, ഒന്ന് നിർത്തുന്നുണ്ടോ എന്നു പറഞ്ഞ് കൈ ജനലിലിടിച്ച് ചില്ല് പൊട്ടിക്കുവാണ്. ആദർശിന്റെ കൈ മുറിഞ്ഞ് ബ്ലഡ് വരുന്നത് കണ്ട് നയന കയ്യിൽ പിടിക്കാനായി വരുന്നുണ്ട്. പക്ഷേ നയനയെ തട്ടിമാറ്റി ആദർശ് മുറിയിലേക്ക് കയറി പോവുകയാണ്. ആദർശാണെങ്കിൽ തന്റെ കയ്യിലെ മുറിവ് മൈൻഡ് ചെയ്യാതെ കിടന്നുറങ്ങുവാണ്. നയന അവിടേക്ക് വന്ന് ബ്ലഡൊക്കെ ക്ലീൻ ചെയ്ത് മുറിവിൽ മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. രാവിലെ നയന ദേവയാനിയുടെ അടുത്തേക്ക് വന്ന്, എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയോട് മാപ്പ് അപേക്ഷിക്കുവാണ്. നീ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഈ വീട്ടിലെ മൂത്ത മരുമകളെ ഈ ദേവയാനിയാ. ആ ബഹുമാനം ഈ വീട്ടിലെല്ലാവരും എനിക്ക് തരുന്നുണ്ട്. ആ എന്നോടാ നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എതിർത്ത് സംസാരിച്ചത്. എൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ഈ വീടിന് തലകീഴായി മറിഞ്ഞാലും ശരി, നിന്നെ ഈ വീടിൻ്റെ മരുമകളായി ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി പോവുകയാണ്. ആദർശ് രാവിലെ എഴുന്നേറ്റപ്പോൾ നയന തൻ്റെ മുറിവിൽ കെട്ടിവച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. ഉടനെ ആദർശ ദേഷ്യത്തിൽ അത് ദൂരേക്ക് ഊരി വലിച്ചെറിയുകയാണ്. അത് കണ്ടുകൊണ്ട് നയന വന്ന്, എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ആദർശ് മൈൻഡ് ചെയ്യാതെ പോകാനായി നടക്കുവാണ്. ഒന്ന് നിൽക്കുക ആദർശേട്ടാ, ഞാനിന്ന് വീട്ടിൽ പോയിക്കോട്ടെ. നമ്മുടെ കോൺട്രാക്റ്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ അത് ക്യാൻസലാവും. ഞാൻ എന്താ ചെയ്യണ്ടേ? ആദർശേട്ടൻ തീരുമാനം പറഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റൂ എന്നൊക്കെ നയന പറയുന്നുണ്ട്. അത് കേട്ട് ആദർശ് നയനയുടെ മുഖത്ത് നോക്കാതെ മൊബൈലെടുത്ത് സ്വയം സംസാരിക്കുകയാണ്. നീ എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് എത്ര പ്രാവശ്യം പറയണം? അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഓഫീസിലേക്ക് എത്തും. പറഞ്ഞതുപോലെ തന്നെ മീറ്റിംഗ് നടക്കണം. ഒരു ക്യാൻസലേഷനും ചെയ്യരുത്. അതേപോലെ എൻ്റെ കൺമുന്നിൽ തെറ്റ് ചെയ്തവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അത് ഓർത്തിട്ട് വേണം ഇനി എന്നോട് സംസാരിക്കാൻ. അങ്ങനെ ഫോണിൽ പറയുന്നത് പോലെ അഭിനയിച്ച് ആദർശ് പോവുകയാണ്. ആദർശ് പറഞ്ഞത് കേട്ട് നയന ബാഗൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാനായി നടക്കുവാണ്.